എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിലാണ്, കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിലാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീട് വന്നിരിക്കുന്നത്. 4 ബെഡ്റൂമുകളിൽ 4.750 സെൻറ്റ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വീടിൻ്റെ മതിലുകൾ നോക്കാം. GI പൈപ്പ് വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന മതിലുകളാണ്. അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് ഈ മതിലുകൾക്ക്. കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇതിൻ്റെ മുറ്റം കണപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ച് മനോഹരമാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ കവേർഡായിട്ടുള്ള ഈ വീടിൻ്റെ കാർ പോർച്ച് വരുന്നിട്ട് പാർക്കിംഗ് ഏരിയ വരുന്നത്. അത് GI പൈപ്പ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ഇതിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ വീടിന് നമുക്ക് കിണർ വരുന്നത് ഈ വശത്തായിട്ടാണ് കേട്ടോ. നമ്മൾ കയറി വരുന്നതിനോട് ചേർന്ന് ഒതുക്കിയാണ് ഇതിൻ്റെ കിണർ നൽകിയിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നമുക്ക് നോക്കുമ്പോൾ അറിയാം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ ഏരിയയിലുള്ളത്. അതുമാത്രമല്ല ഇവിടെ ആയിട്ട് ചെറിയൊരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലം കൂടിയുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വിലയിൽ ഉള്ള വീടുകൾക്ക് കാണാത്ത, സാധാരണ ഇതിൽ കാണാത്ത രീതിയിലുള്ള വലിയ സിറ്റ് ഔട്ടാണ്. നമുക്ക് നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ സാധാരണ ഇപ്പോൾ ഉള്ള വീടുകൾക്ക് നൽകുന്നതിലും കൂടുതൽ വലിപ്പം ഈ സിറ്റ് ഔട്ടിനുണ്ട്. അത്യാവശ്യം ഒരു 4-5 ചെയർസ് ഇടാനുള്ള ഒരു സ്പേസ് ഇതിലുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വരികയാണെങ്കിൽ 2 പാളിയുടെ ഒരു ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ഇതിന് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. അകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഇതിൻ്റെ TV യൂണിറ്റാണ്. നല്ല രസമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു TV യൂണിറ്റാണ്. അതിന് ബ്ലാക്ക് കളറിലെ ഡ്യൂവേഴ്സ് നൽകിയിട്ടുണ്ട്. അടിയിൽ കുറച്ച് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇതിൻ്റെ സീലിംഗ് ആണ്. WPC ലൂവേഴ്സ് വെച്ച് പാനൽ ചെയ്തേക്കുന്ന ഒരു സീലിംഗ് വർക്കും കൂടിയാണ്. അത് ഈ വുഡൻ ഡിസൈൻ ആയതുകൊണ്ട് ഈ TV യൂണിറ്റ് ആയിട്ടൊക്കെ മാച്ച് ചെയ്യുന്നുണ്ട്. അതിന് വേറെ ഒരു നല്ലൊരു ഭംഗിയായി നമുക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല വലിയൊരു ലിവിങ് റൂം തന്നെയാണിത്. അത്യാവശ്യം കോർണർ സോഫയുടെ ഒരുപാട് അംഗങ്ങൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന അത്രത്തോളം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് റൂം തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത്. ഡൈനിങ് ഹാളും ലിവിങ് റൂമും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് വെച്ചിട്ട് അത്യാവശ്യം ഒരുപാട് നമുക്ക് നോക്കുമ്പോൾ അറിയാം, മൾട്ടിവുഡ് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, വാം കളർ. നമുക്ക് ഇനി ഈ വീടിൻ്റെ ഡൈനിങ് റൂം ഒന്ന് കാണാം. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് റൂം. അത്യാവശ്യം നല്ലൊരു 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ഇതിലുണ്ട്. അത് മാത്രമല്ല ഇതിന് വേറെ ഹൈലൈറ്റ് വന്നാൽ ഇതിൻ്റെ ഒരു സൈഡിലെ വാള് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ഇതിൻ്റെ കുറച്ച് നിർമ്മാണ വസ്തുക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുമാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലുള്ള വാളെന്ന് പറഞ്ഞാൽ മൊത്തം ലൂവേഴ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊരു നല്ലൊരു ഭംഗി എടുക്കാം. നമുക്ക് കയറി വരുമ്പോൾ TV യൂണിറ്റ് ആണല്ലോ, അതിനോട് മാച്ച് ചെയ്തിരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ലൂവറും ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഇൻവെർട്ടർ പോയിന്റുകൾ വെക്കാനുള്ള, ഇൻവെർട്ടറും മറ്റു സാമഗ്രികളും വെക്കാനുള്ള ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസ് അത് അതിൽ മറിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണുന്നത് ഇവിടെ ഒരു വാഷ് ഏരിയ വന്നിട്ടുണ്ട്. അത് മറിഞ്ഞിരിക്കാനായിട്ട് പാർട്ടീഷൻ മൾട്ടിവുഡ് തന്നെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്ക് പോകാം. കിച്ചനോട് ചേർന്നുള്ള ഭിത്തിയിൽ തന്നെ വീണ്ടും ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം. സാധാരണയായിട്ട് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഓപ്പൺ കിച്ചണാണ്. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ഒരുപാട് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഗ്രീൻ കളറിലെ കബോർഡ്സാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് കേട്ടോ. അതും സീലിംഗ് വരെ ഉണ്ട്. നമുക്ക് ഒരുപാട് മൾട്ടിവുഡിലാണ് ഇതിൻ്റെ കബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കിച്ചൺ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 50 mm ആർട്ടിഫിഷ്യൽ ടൈൽസാണ്. ഇതിൻ്റെ ഫുൾ ബോഡി ടൈൽസാണ് ഇതിന് കിച്ചൺ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ അടുക്കള മുറ്റമാണ്. അടുക്കള മുറ്റത്ത് നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള ഫൗണ്ടേഷൻ നിർമ്മാണം ചെയ്തിട്ടിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ഈ വശത്തായിട്ട് വരുന്നത്. ലിവിങ് റൂമിൻ്റെ സ്റ്റെയർ തുടങ്ങുന്ന ഭാഗത്താണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ അകത്ത് കാര്യങ്ങളൊന്ന് നോക്കാം. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സീലിങ്ങിൽ ചെറിയൊരു വർക്കുണ്ട്, സീലിംഗ് വർക്കുണ്ട്. അതുമാത്രമല്ല സ്ലൈഡ് ചെയ്യാൻ പറ്റിയ ഗ്ലോസി ടൈപ്പിലുള്ള ഒരു വാൾഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മൈക്കൊക്കെ ഗ്ലോസി മൈക്കാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു പ്രീമിയം ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഡ്രസ് ഏരിയ വരുന്നുണ്ട് കേട്ടോ.
ഈ വീടിൻ്റെ ബാത്റൂമാണ്, കയറി വരുന്ന വശത്ത് തന്നെയാണ് ഈ വീടിൻ്റെ ബാത്റൂം ഉള്ളത്. ഇനി നമ്മൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. നമുക്ക് കാണാം, ഇതാണ് കേട്ടോ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്യാവശ്യം നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെക്കാട്ടി നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ ഇത്. ഇതിൽ സീലിംഗിൽ അത്യാവശ്യം നല്ലൊരു വർക്ക് തന്നെ ഇതിൻ്റെ സീലിംഗിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് കേട്ടോ ഈ ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് തന്നെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള 2 പാളികളുള്ള വാൾഡ്രോബാണ് നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിളും ഇതിൻ്റെ കൂടെയുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ കാണാം. ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. GI പൈപ്പിലും വുഡിലുമാണ് ഇതിൻ്റെ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റെയർ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നമ്മൾക്ക് ആദ്യം കാണുന്ന നല്ല വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് ഏരിയയാണ്. സീലിംഗിലേക്ക് നമുക്ക് നോക്കിയാൽ അറിയാം WPC ഗ്ലൂവേഴ്സ് നൽകി അതിമനോഹരമായൊരു സീലിംഗ് വർക്ക് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പർ ലിവിങ്ങിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ. നമ്മൾ താഴത്ത് കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസിൽ തന്നെയാണ് ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. സീലിംഗിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് വാൾഡ്രോബ് വന്നിട്ടുണ്ട്. താഴത്ത് കണ്ട പോലെ തന്നെ ആ വശത്ത് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് വശത്താണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് ചെല്ലാം. നമുക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നാലാമത്തതും. സീലിംഗിൽ അത്യാവശ്യം നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട്. ഈ വശത്തായിട്ട് ഒരു വാൾഡ്രോബ് വന്നിട്ടുണ്ട്. ആ വശത്തായിട്ടാണ് ഈ റൂമിൻ്റെ ബാത്റൂം വരുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഒരു ബാൽക്കണി ഉണ്ട്. സാധാരണ ബാൽക്കണി അല്ല, നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. നല്ല സ്ഥലസൗകര്യമുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ. നമുക്ക് വരാം, കണ്ടോ, നല്ല സൗകര്യമുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ. അതുമാത്രമല്ല ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന SS-ലും ടഫ്ലോൺ ഗ്ലാസ്സിലും സ്റ്റാൻഡേർഡായിട്ട് നല്ല രീതിയിൽ പ്ലെയിൻ ഗ്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രീമിയം ആയിട്ട് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ ഫീൽ ചെയ്ത മറ്റൊരു കാര്യം ഇവിടുത്തെ സൈലൻസ് ആണ്. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. യാതൊരു തരത്തിലുള്ള പൊല്യൂഷനോ ഒന്നുമില്ല. നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം എല്ലാം റെസിഡൻഷ്യലായിട്ടുള്ള താമസിക്കുന്ന വീടുകളുള്ള നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇനി നമ്മൾ കാണുന്നത് ഒരു വീടിന് ഏറ്റവും അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ട ഒരു റൂമാണ് കേട്ടോ. അത് നമ്മൾ സ്റ്റെയർ കയറി വന്നല്ലോ, അതിനോട് ചേർന്ന് തന്നെ വളരെ ഒതുക്കിയാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. ഇതാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ്സ് നൽകിയിട്ടുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ്റെ പവർ പ്ലഗും അതിനുള്ള ടാപ്പിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ടൈലുകൾ ഗ്രിപ്പുള്ള ടൈലുകളാണ് കേട്ടോ. വുഡൻ ഫിനിഷിലുള്ള ഗ്രിപ്പുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിൽ റൂഫായിട്ട് ഷീറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇതാണ് ജിയയുടെ ഒരു സ്റ്റെയർ ആണ്. നമ്മൾ ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഈ ഭാഗത്തായിട്ട് ഒതുക്കിയാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പുതിയൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിൽ 2 വീടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഈ വീട് വരുന്ന ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും, ആലുവയിലേക്ക് 8 കിലോമീറ്ററും, എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും, കളമശ്ശേരിയിലേക്ക് 7 കിലോമീറ്ററും, രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും, സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ 4.750 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് വരുന്നത്. ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. വീട് നേരിൽ കാണുവാനും ഓണറുമായി സംസാരിക്കാനും സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.